നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ പ്രവാസിയുടെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച വിരലടയാളങ്ങളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായി ഒരുക്കുന്നത് 983 ബൂത്തുകൾ. ഇവയിൽ 42 എണ്ണം ക്രിട്ടിക്കൽ ബൂത്തുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ കളരിപ്പയറ്റ്. സിപ്പ് വോട്ടർ ബോധവൽക്കരണ പരിപാടി വോട്ടിന്റെ സന്ദേശവുമായി കലക്ട്രേറ്റിലും പരിസരങ്ങളിലും വട്ടം ചുറ്റി ജില്ലയുടെ സ്വന്തം പക്ഷി വെള്ളവയറൻ കടൽ പരന്ത്. കാസർഗോഡ് ഷേണിയിൽ വീട് കത്തിനശിച്ചു. തീപിടുത്തത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. അണങ്കൂർ ദേശീയപാതയിലെ അടിപ്പാത മെയ് പകുതിയോടെ പൂർത്തിയാകും. നാട്ടുകാരുടെ ആവശ്യപ്രകാരം സ്കൂൾ ബസ്സുകൾക്ക് കൂടി പോകാനുള്ള സൗകര്യത്തിൽ ഉയർത്തിയാണ് അടിപ്പാത നിർമ്മാണം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ പ്രവാസി ബദ്രുൽ മുനീറിന്റെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച വിരലടയാളങ്ങളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 5 പവന് സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയുമാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കവർന്നത്. മോഷ്ടാക്കളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വീട്ടുടമയുടെ സഹോദരനെ കൈത്തോക്ക് ചൂണ്ടി സംഘം രക്ഷപ്പെടുകയായിരുന്നു. ഞായറാഴ്ച രാത്രിയായിരുന്നു ഉപ്പള സോങ്കാൽ പ്രതാപ് നഗറിലെ പ്രവാസി ബദറുൽ മുനീറിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. ബദറുൽ മുനീറിന്റെ ഭാര്യ ഖദീജത്ത് റഹനാസും 2 കുട്ടികളും 1 കിലോമീറ്റർ അകലെയുള്ള പിതാവ് റഹ്മാൻ മെഹ്മൂദിന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. സംശയകരമായ സാഹചര്യത്തിൽ വീടിനു മുന്നിൽ ബൈക്കുകൾ കണ്ടതിനെ തുടർന്ന് ഖദീജത്ത് റഹനാസിന്റെ സഹോദരൻ റമീസ് എത്തിയിരുന്നുവെങ്കിലും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. മുഖംമൂടി സംഘം റമീസിന് നേരെ കൈത്തോക്ക് ചൂണ്ടിയാണ് കടന്നു കളഞ്ഞത്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയിൽ 4 വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും പരിശോധിച്ച് വരുന്നുണ്ട്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിലെ 3 ഇടങ്ങളിലാണ് കവർച്ച നടന്നത്. ഒരിടത്ത് കവർച്ചാ ശ്രമവുമുണ്ടായി. സോങ്കാലിലുണ്ടായ കവർച്ചയ്ക്ക് പുറമെ തൃക്കരിപ്പൂർ, പരുത്തിച്ചാൽ, ബദിയടുക്കയിലെ സാലത്തടുക്ക എന്നിവിടങ്ങളിലാണ് കവർച്ചകളുണ്ടായത്. പരുത്തിച്ചാലിൽ MV രവീന്ദ്രൻ എന്നയാളുടെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 10 പവനും 15,000 രൂപയും, സാലത്തടുക്കയിൽ യശോദയുടെ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് 7 പവനും 6,200 രൂപയുമാണ് കവർന്നത്. മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിലാണ് മോഷണ ശ്രമമുണ്ടായത്. നേരത്തെ കുമ്പള ശാന്തിപ്പള്ളത്തെ സുബൈറിന്റെ വീട് കുത്തി തുറന്ന് 25 പവൻ സ്വർണവും വിദേശ കറൻസികളും കവർന്നിരുന്നു. ആ സമയത്ത് തന്നെ നിരവധി വീടുകളിൽ കവർച്ചാ ശ്രമവുമുണ്ടായി. ഈ കേസുകളിലെല്ലാം അന്വേഷണം നടക്കവെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ജില്ലയിൽ വീണ്ടും കവർച്ച പരമ്പര തന്നെയുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായി ഒരുക്കുന്നത് 983 ബൂത്തുകൾ. ഇവയിൽ 42 എണ്ണം ക്രിട്ടിക്കൽ ബൂത്തുകളാണ്. 2 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളുടെ പട്ടികയിലുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം കേന്ദ്രസേനയുടെ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലയിലുള്ള പ്രശ്നബാധിത ബൂത്തുകളുടെ കണക്കുകൾ പുറത്തു വന്നു. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായി 983 ബൂത്തുകളാണ് ഒരുക്കുന്നത്. ഇവയിൽ 42 ബൂത്തുകൾ ക്രിട്ടിക്കൽ പട്ടികയിലാണ്. ഇവിടങ്ങളിൽ കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടാകും. 175 ബൂത്തുകൾ വൾണറബിൾ ബൂത്തുകളാണ്. ഇവയ്ക്ക് പുറമെ 272 പ്രശ്നസാധ്യതാ ബൂത്തുകളും പട്ടികയിലും ഇടം പിടിച്ചു. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പട്ടികയിലുണ്ട്. ബളവന്തടുക്ക അംഗൻവാടി ബൂത്തും പയറടുക്കം MGLC സ്കൂൾ ബൂത്തുമാണ് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബൂത്തുകളുള്ളത് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. 21 എണ്ണമാണ്.
മഞ്ചേശ്വരം 2, കാസർഗോഡ് 3, ഉദുമ 8, കാഞ്ഞങ്ങാട് 8 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ ക്രിട്ടിക്കൽ ബൂത്തുകളുടെ എണ്ണം. മഞ്ചേശ്വരം 22, കാസർഗോഡ് 51, ഉദുമ 65, കാഞ്ഞങ്ങാട് 23, തൃക്കരിപ്പൂർ 14 എന്നിങ്ങനെയാണ് വൾണറബിൾ ബൂത്തുകളുടെ എണ്ണം. പ്രശ്ന സാധ്യതാ ബൂത്തുകളുടെ പട്ടികയിൽ ഇനിയും മാറ്റം വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ കളരിപ്പയറ്റ്. കുടുംബശ്രീ ട്രൈബൽ കളരി അക്കാദമിയിലെ പഠിതാക്കളായ ബാലസഭാ അംഗങ്ങളാണ് കളരിപ്പയറ്റ് അവതരിപ്പിച്ചത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ കളരിപ്പയറ്റ് ഒരുക്കി സ്വിപ്പ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ട്രൈബൽ കളരി അക്കാദമിയിലെ പഠിതാക്കളായ ബാലസഭാ അംഗങ്ങളാണ് കളരിപ്പയറ്റ് അവതരിപ്പിച്ചത്. അംഗം എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര, സ്വിപ്പ് നോഡൽ ഓഫീസർ ടി സുരേന്ദ്രൻ, കുടുംബശ്രീ ജീവനക്കാരായ പി രത്നേഷ്, എം മനീഷ്, മനു സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ സ്വന്തം പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത് വോട്ടിന്റെ സന്ദേശവുമായി കളക്ടറേറ്റിലും പരിസരങ്ങളിലും വട്ടം ചുറ്റി. സ്വിപ്പ് വാട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വെള്ളവയറൻ കടൽപ്പരുന്തിന്റെ വേഷത്തിൽ കളക്ടറേറ്റിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയത്. കാസർഗോഡ് ജില്ലയുടെ സ്വന്തം പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത് വോട്ടിന്റെ സന്ദേശവുമായി കളക്ടറേറ്റിലും പരിസരങ്ങളിലും വട്ടം ചുറ്റി. സ്വിപ്പ് വാട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വെള്ളവയറൻ കടൽപ്പരുന്തിന്റെ വേഷത്തിൽ കളക്ടറേറ്റിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയത്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര, സ്വിപ്പ് ജില്ലാ നോഡൽ ഓഫീസർ ടി സുരേന്ദ്രൻ എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. സ്വിപ്പിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലും പരിസരങ്ങളിലും വെള്ളവയറൻ കടൽപ്പരുന്ത് വേഷത്തോടെ എത്തി വോട്ടവകാശ ബോധവൽക്കരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഷേണിയിൽ വീട് കത്തി നശിച്ചു. തീപിടുത്തത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപകടത്തിൽ വീടിന്റെ ചുമരുകൾ തകർന്ന നിലയിലാണ്. വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഷേണിയിൽ ഓടുമേഞ്ഞ വീട് കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചുമരുകൾ തകർന്നു. വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെ ഷേണി ബാലതളയിലെ ഭട്യനായിക്കിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഭട്യനായിക്കിന്റെ ചെറുമക്കളായ ഹെവിക്, ദൈവിക് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. വലതുവശത്തെ മുറിയിൽ പുകയുയർന്നത് കണ്ട് ഇവർ ഉടൻ തന്നെ ഇറങ്ങിയോടുകയും സമീപവാസികളെ വിവരം അറിയിക്കുകയും ചെയ്തു. സമീപവാസികൾ വീട്ടിലെത്തി കണക്ഷൻ നൽകിയിരുന്ന സിലിണ്ടർ പുറത്തെറിഞ്ഞു. മറ്റൊരു സിലിണ്ടർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതോടെ വീടിന്റെ ചുമരുകൾ തകർന്നു. വലിയ വിള്ളലുമുണ്ടായി. ഭട്യനായിക്കിന്റെ മകൻ വിജയകുമാർ ജോലിക്കും ഭാര്യ നളിനി പാൽ ഡിപ്പോയിലേക്ക് കൊണ്ടുപോയ സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. മറ്റൊരു മകൻ ജയപ്രകാശ് പുറത്തുപോയിരുന്നു. തീപിടുത്തത്തിൽ അലമാരയും രേഖകളും വസ്ത്രങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളുമെല്ലാം കത്തി നശിച്ചു. ಅವರ ಮನೆಯು ಪೂರ್ಣವಾಗಿ ನಾಶವಾಗಿರುತ್ತದೆ ಬೆಂಕಿ ಬಿದ್ದ ಕಾರಣ. ಏನಿದ್ರೂ ಕೂಡ ಈಗಾಗಲೇ ಇವರಿಗೆ ತೀವ್ರ ಬಡತನದಲ್ಲಿರುವಂತಹ ಭಟ್ಯನಾಯ್ಕ ಕುಟುಂಬ ಕೇವಲ ಕೂಲಿ ಕೆಲಸವನ್ನು ಮಾಡಿ ಅದನ್ನೇ ಅವರ ಜೀವನಕ್ಕೆ ಆಶ್ರಯ ಆಗಿರುತ್ತದೆ. ಆಗ ಅವರಿಗೆ ಈಗಾಗಲೇ ಮುಂದಿನ ಅವಸ್ಥೆಯಲ್ಲಂತೂ ನಮಗೆ ಅವರಿಗೆ ಒಂದು ವಾಸಸ್ಥಳ ಅದು ಈಗಾಗಲೇ ನಾವು ಮಾಡಿಕೊಡಲಿಕ್ಕೆ ಬೇಕಾಗಿ ತೀರ್ಮಾನಿಸಿರುತ್ತೇವೆ ಎಲ್ಲರೂ ಸೇರಿಕೊಂಡು. ಅದೇ ರೀತಿ ಮುಂದೆ ಇವರಿಗೆ ಸರ್ಕಾರದಿಂದ ಸಿಗುವಂತಹ ಸವಲತ್ತುಗಳಿರ್ಬೋದು ಅಥವಾ ಎಲ್ಲ ಊರಿನವರನ್ನು ಸೇರಿಸಿಕೊಂಡು നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തീയണച്ചത്. കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും 2 വാഹനങ്ങളിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ, സീനിയർ ഓഫീസർ സണ്ണി ഇമ്മാനുവൽ, ഫയർ ഓഫീസർമാരായ കൃഷ്ണകുമാർ, ശങ്കർ, ജീവൻ, സുഗു, സംനാഥ്, അരുണ, പ്രീതി, ഹോം ഗാർഡർമാരായ അനീഷ്, രാജു, ഡ്രൈവർമാരായ അനീഷ്, സഹദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഫാസിസ്റ്റ് ഭരണത്തെ ജനാധിപത്യ ചേരിയായ ഇന്ത്യ മുന്നണി ഇത്തവണ തൂത്തെറിയുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് സെയ്ദ് മോനലി ശിഹാബ് തങ്ങൾ. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് വോട്ട് അഭ്യർത്ഥിച്ച് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പടന്ന തെക്കേപ്പുറത്ത് 141ാമത് ബൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം ഉറപ്പാക്കുന്നതിനോടൊപ്പം ഭൂരിപക്ഷം ഇരട്ടിയാക്കണമെന്നും 100-ൽ പരം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കുടുംബസംഗമത്തിൽ മൊയ്നലി തങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലാ മോശാവസ്ഥയും പ്രതിസന്ധിയൊക്കെ ഇരുത്തി പഴയ ഒരു ഇന്ത്യയാക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമുക്കറിയാം പൗരത്വ ബില്ല് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ മാസം അവർ നടപ്പിലാക്കാൻ പോയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും തിരിച്ച് ഒരു നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലേക്ക് കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിനെയും നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും. ചെയർമാൻ VK മക്സൂദ് അലി അധ്യക്ഷത വഹിച്ചു. നിസ്വ കോളേജ് പ്രിൻസിപ്പൽ ആയിഷ ഫർസാന മുഖ്യപ്രഭാഷണം നടത്തി. UDF പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലി, KP പ്രകാശൻ, PV മുഹമ്മദ് അസ്ലം, UC മുഹമ്മദ് കുഞ്ഞി, AM ഷെരീഫ് ഹാജി, മാമുനി രവി, AC സലാം ഹാജി, TKM റഫീഖ്, TKP ഷാഹിദ, ഷംസീർ കാളിയാർ, VKP അഹമ്മദ് കുഞ്ഞി, M ഹാജിറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അണങ്കൂർ ദേശീയപാതയിലെ അടിപ്പാത മെയ് പകുതിയോടെ പൂർത്തിയാകും. ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാനുള്ള അടിപ്പാത നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് സ്കൂൾ ബസ്സുകൾക്ക് കൂടി പോകാനുള്ള സൗകര്യത്തിൽ ഉയർത്തുകയായിരുന്നു. നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് അണങ്കൂർ ദേശീയപാതയിൽ അടിപ്പാത അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ ചെറിയ വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്ന് മറുഭാഗം സർവീസ് റോഡിലേക്ക് കടന്നു പോകാനുള്ള അടിപ്പാതയാണ് അനുവദിച്ചത്. പിന്നീട് അത് സ്കൂൾ ബസ്സുകൾക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. വീണ്ടും ആവശ്യം ഉന്നയിച്ചതോടെ ദേശീയപാത അതോറിറ്റി അതും അനുവദിച്ചു. 2.5 മീറ്റർ ഉയരം തീരുമാനിച്ചുവെങ്കിലും സ്കൂൾ ബസ്സുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യത്തിൽ 3 മീറ്ററായി ഉയർത്തുകയായിരുന്നു. ചൂടുകാലമായതിനാൽ രാവിലെ 7 മണിക്ക് തന്നെ തൊഴിലാളികൾ പണി തുടങ്ങുന്നു. നട്ടുച്ച നേരം ഒഴിവാക്കി പിന്നീട് 2 മണി മുതൽ പണി ആരംഭിക്കും. തലപ്പാടി ചെങ്കള ദേശീയപാത വികസനം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാൾ, ആസാം, UP സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ളവരാണ്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ വോട്ട് ചെയ്യുന്നതിന് നാട്ടിലേക്ക് പോകുന്നതിന് ഇവർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. വോട്ട് ചെയ്യുന്നതിന് തലേന്ന് അവിടെ എത്തി വോട്ട് ചെയ്ത് പിറ്റേന്ന് തന്നെ മടങ്ങും വിധത്തിലാണ് ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ചു വരുന്നതിനുള്ള യാത്രാക്കൂലി കമ്പനി നൽകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അടുക്കത്ത് ബയൽ അർച്ചാൽ ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൽ ശ്രീ ധൂമാവതി ദൈവത്തിന്റെ ധർമ്മനിയമം ഭക്തിയുടെ നിറവിൽ നടന്നു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തിയത്. അർജാലിലെ ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ശ്രീ ധൂമാവതി ദൈവത്തിന്റെ ധർമ്മനിയമം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഗണപതി ഹോമത്തോടെ നടന്ന ധർമ്മനിയമോത്സവത്തിൽ മുടിപ്പ് പൂജ, ഗുളികന്റെ കോലം കെട്ടിയാടൽ, മറ്റു ഉപദേവങ്ങളുടെ ഉത്സവം എന്നിവ ആദ്യ ദിനം നടന്നു. 2ാം ദിവസമായ ചൊവ്വാഴ്ച അർജാൽ ശ്രീ ധൂമാവതി ദൈവത്തിന്റെ ധർമ്മനിയമം, മറ്റു ഉപദേവങ്ങളുടെ ഉത്സവം എന്നിവയും നടന്നു.
നൂറുകണക്കിന് ഭക്തരാണ് ഉപദേവങ്ങളുടെ ഉത്സവം കാണാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ വൈദ്യുതിയും കുടിവെള്ളവും ഇല്ലാത്ത അംഗൻവാടികൾ നിരവധിയാണ്. കഠിനമായ ചൂടിൽ വൈദ്യുതി ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കുട്ടികൾ. ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ അംഗൻവാടികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അധികൃതർ. അതിർത്തി പ്രദേശങ്ങളായ മഞ്ചേശ്വരം, കുമ്പള, ബദിയടുക്ക, ആദൂർ എന്നിവിടങ്ങളിൽ നിരവധി അംഗൻവാടികളുണ്ട്. 25ഓളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികളിൽ വൈദ്യുതി പോലുമില്ല. കുട്ടികളെ വൈദ്യുതിയില്ലാത്ത കെട്ടിടത്തിലിരുത്തിയാണ് ക്ലാസ് നടത്തുന്നത്. കഠിനമായ വേനൽ ചൂടിലും ദുരിതം അനുഭവിക്കുകയാണ് കുട്ടികൾ. വൈദ്യുതിയുള്ള അംഗൻവാടികളിൽ ഫാൻ പോലുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചൂട് സഹിക്കാനാകാതെ കുട്ടികൾ ക്ഷീണിതരാവുന്ന സ്ഥിതിയുമുണ്ട്. പല അംഗൻവാടികളിലും വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് പല അംഗൻവാടികളുടെയും പ്രവർത്തനം. കുഞ്ഞുങ്ങൾ പ്രതികരിക്കില്ലെന്ന് അറിയാവുന്നതിനാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതർ താൽപ്പര്യം കാണിക്കുന്നില്ല. അംഗൻവാടി കുട്ടികൾക്ക് മഴക്കാലമായാലും വേനൽക്കാലമായാലും പ്രത്യേക പരിഗണന നൽകണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. വേനൽക്കാലത്ത് അംഗൻവാടികളിൽ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തണമെന്നും കൃത്യമായ പരിചരണം ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പല അംഗൻവാടികളിലും കുഞ്ഞുങ്ങൾ ഇക്കാര്യങ്ങളിൽ അവഗണിക്കപ്പെടുകയും ദുരിതം അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. അടിയന്തരമായി വിഷയത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുസ്തക വായനയിലൂടെ എഴുത്തിലേക്ക് കടന്ന് എഴുത്തുകാരുമായി ഇഷ്ടം കൂടുന്ന പടന്ന ചൊക്കിക്കണ്ടത്തെ KV ശശിധരന് കവിതയെഴുത്തിലാണ് കമ്പം കൂടുതൽ. പരിമിതികൾ തടസ്സമായി കാണാതെ കട്ടിലിൽ ഇരുന്നാണ് നൂറുകണക്കിന് കവിതകളും മറ്റും ശശിധരൻ എഴുതുന്നത്. അതിജീവനത്തിന്റെ അഗ്നിരേഖ എന്ന വാക്കാൽ പറയുന്നതിന് പകരം പ്രവൃത്തിപഥത്തിലാണ് ശശിധരൻ ചൊക്കിക്കണ്ടം എന്ന 53-കാരന്. അപകടം ജീവിതത്തെ നരകതുല്യമാക്കിയപ്പോഴും പ്രതീക്ഷ കൈവിടാതെ നേരിടാനുണ്ടായ മനസാന്നിധ്യമാണ് അതിജീവനത്തിലേക്ക് ചാലിട്ടത്. 2010 ഡിസംബർ 8-നാണ് അത്യാഹിതം സംഭവിച്ചത്. തെങ്ങ് കയറ്റ തൊഴിലിനിടയിൽ തെങ്ങിൽ നിന്നും പിടിവിട്ട് താഴെ വീണ് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ആഴ്ചകളോളം കിടന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും അരയ്ക്ക് താഴെ തളർന്നുപോയി. പിന്നീട് കട്ടിലിൽ തളച്ചിട്ട ജീവിതം. ഭാര്യ ലീലയും മകൾ ശശികലയുമൊത്ത് പടന്ന ചൊക്കിക്കണ്ടത്താണ് വർഷങ്ങളായി താമസം. അപകടമുണ്ടായപ്പോൾ പണി പാതിയിലായിരുന്ന വീട് സന്നദ്ധ സംഘടനകളും നാട്ടുകാരും പ്രവാസികളും സുമനസ്സുകളും ഒത്തുചേർന്ന് പൂർത്തീകരിച്ചു. ഗൃഹപ്രവേശന നാളിൽ അനുഭവപ്പെട്ട സന്തോഷത്തിൽ നിന്നുമാണ് എഴുത്തിൻ്റെ പിറവി. കവിതകൾ വിവിധ സോവനീറുകളിൽ പ്രസിദ്ധീകരിച്ചു വന്നു. നീരുറവ, ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ വോയിസ് ഓഫ് പടന്നയുടെ സഹായത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. പടന്ന സഹോര ബുക്സിൻ്റെ പടന്ന കഥകളിൽ 2 കഥകൾക്കും ഇടം കിട്ടി. പ്രണയം എന്ന കവിതയ്ക്ക് 2015 യുവകലാസാഹിതി പുരസ്കാരവും സാമൂഹ്യനീതി വകുപ്പ് 2021 ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ കഥാരചനാ മത്സരത്തിൽ സ്നേഹതീരത്തെ തണൽ മരങ്ങൾ എന്ന കഥയ്ക്ക് 1ാം സ്ഥാനവും ലഭിച്ചു. എഴുത്തുകാരുടെ ഡയറക്ടറിയിലും ശശിധരന് ഇടം കിട്ടി. വിദ്യാലയം പ്രതിഭകളോടൊപ്പം എന്ന പരിപാടിയിലും പങ്കെടുത്തു. എഴുത്തിൻ്റെ ലോകം തൻ്റെ 2ാം ജന്മമായി കരുതുകയാണ് ശശിധരൻ. സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ഓൺലൈൻ കഥാമത്സരത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയതിൽ വളരെയേറെ സന്തോഷവാനാണ് ഞാൻ. കാരണം ഈ തളർന്ന് കിടന്നിട്ടായാലും ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് ഞാൻ ആ കഥ എഴുതി അയച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സന്തോഷവാനായി തീരാൻ കഴിഞ്ഞത്. ഇനിയും ഇതുപോലെ ഞാൻ 90ഓളം കവിതകൾ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ കഥകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് പുറത്തിറങ്ങി കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. എഴുത്തിനിടയിലും പാട്ടിഷ്ടപ്പെടുന്ന ശശിധരന് 100ഓളം പഴയ പാട്ടുകൾ കാണാപ്പാടമാണ്. ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചേറ്റുന്ന കവി ടെലിവിഷനിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാൽപന്ത് കളി ആസ്വദിക്കുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കുന്നില്ല. തണ്ടാൻ്റെ കാര്യംഭുവിൻ്റെയും കിഴക്കേ വീട്ടിൽ കാർത്തിയായനിയുടെയും മകനായ ശശിധരൻ്റെ ഭാര്യ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഏകമകൾ ശശികല M.Com പാസ്സായിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ UDF തിരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു.
കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് SFIയുടെ വാള് തലന്റെ മുകളിലുണ്ട്, മോളുടെ ബേജാറുമായിട്ട് കഴിയാണ്. ക്ലിഫോസിന്റെ പേരെന്നപ്പോൾ ആൾക്കാർ മാറ്റിയിട്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് നാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ടെൻഷനിൽ കഴിയാണ്. അതിനിടയിൽ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? അപ്പൊ നിങ്ങൾക്ക് അവിടെ പോകാനൊന്നും കഴിയില്ല, നിങ്ങൾ പോകില്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ മുരളീധരൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കരുണാകരന്റെ മകള് എന്തൊരു ലെഗസിയാണ് ആ കരുണാകരൻ. ആ കരുണാകരന്റെ ലെഗസിയല്ലേ മകള് കൊണ്ടുപോയിട്ട് കൊളാക്കിയത്. അന്ന് മുരളീധരന്റെ ഒരു പത്രസമ്മേളനമുണ്ട്, മനസ്സ് പതറാതെ. കാണുമ്പോൾ എനിക്ക് സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ഒരു വേളയിൽ പതറാതെ പറഞ്ഞു, തള്ളിക്കളഞ്ഞിരിക്കുന്നു, അറുത്തു മുറിച്ചിരിക്കുന്നു. ആന്റണിയുടെ മകൻ ആരാ? ആന്റണി. അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടാവും. പക്ഷേ അഴിമതിയുടെ കറപുരളാത്ത മനുഷ്യൻ, പഞ്ചായത്ത് മെമ്പർമാരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന കാലത്ത് രാജ്യത്തെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. KP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അബ്ദുറസാഖ് താലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. CV ഭാവനൻ, PK ഫൈസൽ, അഡ്വക്കേറ്റ് NA ഖാലിദ്, 14 അബ്ദുറഹ്മാൻ, കൂക്കൾ ബാലകൃഷ്ണൻ, ബഷീർ വെള്ളിക്കോത്ത്, A ഹമീദ് ഹാജി, K മുഹമ്മദ് കുഞ്ഞി, C മുഹമ്മദ് കുഞ്ഞി, MP ജാഫർ, KK ബദ്രുദ്ദീൻ, TD കബീർ, PV സുരേഷ്, V ഗോപി, M കുഞ്ഞികൃഷ്ണൻ, സക്കറിയ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF പുല്ലൂർ ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം എടമുണ്ടയിൽ CPIM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്തുകൊണ്ട് തൊഴിൽ നേടി വരുന്നവർ ആത്മഹത്യ ചെയ്യുന്നു, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, കർഷക തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് സർക്കാർ കണക്ക് പ്രകാരം 10 വർഷങ്ങൾക്കിടയിൽ 4.25 ലക്ഷമാണ്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല. അത്രമാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങൾ സത്യം പറയാൻ തയ്യാറല്ല. മോദി വരുന്ന ഗുജറാത്ത് ഒരൊറ്റ ആത്മഹത്യ നടന്നിട്ടില്ല എന്നാണ്. മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാൾ ആത്മഹത്യകൾ നടന്നിട്ടില്ല എന്നാണ്. ബീഹാർ ആത്മഹത്യകൾ നടന്നിട്ടില്ല എന്നാണ്. അപ്പൊ അവിടെയൊക്കെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഈ 10 വർഷങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് 10 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. K ബിന്ദു അധ്യക്ഷയായി. K കുഞ്ഞിരാമൻ, TV കരയൻ, V നാരായണൻ, സുനു ഗംഗാധരൻ, A ഷാജി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF അജാനൂർ ലോക്കൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. മാവുങ്കാൽ മൂലക്കണ്ടത്ത് CPIM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF അജാനൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം മൂലക്കണ്ടത്ത് വെച്ച് നടന്നു. CPIM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക പ്രതിസന്ധി കാരണം ഇന്ത്യയിൽ 4.25 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാർ കണക്ക്. ഈ കണക്കിൽ പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല, പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദളിത് കർഷകർ ഉൾപ്പെടുന്നില്ല. അപ്പൊ സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ്. ചുരുങ്ങിയത് 10 ലക്ഷം പേരെങ്കിലും കർഷകരും കർഷക തൊഴിലാളികളും ഈ ഒരു ദശകത്തിനിടയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾക്ക് പറയുന്നത്. ഇത് പുതിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ ഇത്രയും വലിയ സംഖ്യയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 2014 മുമ്പ് 95 മുതൽ 2014 വരെ 3.25 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തു, കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് അന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. A ദാമോദരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ, M പൊക്ലൻ, CK നാസർ, സന്തോഷ് മാവുങ്കാൽ, ദിലീപ് മേടയിൽ, മൂലക്കണ്ടം പ്രഭാകരൻ, ശിവജി വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. VV തുളസി സ്വാഗതം പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാടിന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരളം റെഡ്ഡിങ്സ് കലാകാരികളുടെ രാഷ്ട്രീയ കൈകൊട്ടിക്കളിയും പടന്നക്കാട് ടീമിന്റെ അലാമിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി പടിഞ്ഞാറെ വായക്കൊടൻ തറവാട്ടിൽ അനുമോദന സദസ്സ് നടത്തി. കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്.
കോട്ടച്ചേരി പടിഞ്ഞാറെ വാഴക്കോടൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച തറവാട്ടിലെ 13 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തറവാട് പ്രസിഡന്റ് വി പത്മനാഭൻ സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു. സെക്രട്ടറി ചന്ദ്രൻ പുല്ലൂർ, വി കുഞ്ഞമ്പു, ടി കെ നാരായണൻ, വാഴക്കോടൻ രാജേഷ്, വി ചന്ദ്രൻ മണിയാണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ പ്രവാസിയുടെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച വിരലടയാളങ്ങളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായി ഒരുക്കുന്നത് 983 ബൂത്തുകൾ. ഇവയിൽ 42 എണ്ണം ക്രിട്ടിക്കൽ ബൂത്തുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ കളരിപ്പയറ്റ്. സിപ്പ് വോട്ടർ ബോധവൽക്കരണ പരിപാടി വോട്ടിന്റെ സന്ദേശവുമായി കലക്ട്രേറ്റിലും പരിസരങ്ങളിലും വട്ടം ചുറ്റി ജില്ലയുടെ സ്വന്തം പക്ഷി വെള്ളവയറൻ കടൽപ്പരന്ത്. കാസർഗോഡ് ഷേണിയിൽ വീട് കത്തി നശിച്ചു. തീപിടുത്തത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. അണങ്കൂർ ദേശീയപാതയിലെ അടിപ്പാത മെയ് പകുതിയോടെ പൂർത്തിയാകും. നാട്ടുകാരുടെ ആവശ്യപ്രകാരം സ്കൂൾ ബസ്സുകൾക്ക് കൂടി പോകാനുള്ള സൗകര്യത്തിൽ ഉയർത്തിയാണ് അടിപ്പാത നിർമ്മാണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.